ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISL സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സങ്കീർണതകൾ ഉണ്ട്. പല ക്ലബ്ബുകളും ട്രാൻസ്ഫർ നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ പ്രീ സീസണിൻ്റെ കാര്യത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡ്യൂറൻഡ് കപ്പിൽ പല പ്രമുഖ ക്ലബ്ബുകളും പങ്കെടുക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ട്രാൻസ്ഫർ ജാലകത്തിലെ ചില താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് നോക്കാം. ഒന്നാമത്തെ താരം അത് വിക്രം പ്രതാപ് സിംഗ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തെ നിലനിർത്താനാണ് മുംബൈ സിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല. മറ്റൊരു താരം ജയ് ഗുപ്തയാണ്. FC ഗോവയുടെ ഇന്ത്യൻ താരമായ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ തുടരുകയാണ്. താരം ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ എത്താനാണ് സാധ്യത. പക്ഷേ ഒരു ഡീൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനി അടുത്ത താരം മെഹ്താബ് സിംഗ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മോഹൻ ബഗാൻ തുടരുകയാണ്. എന്നാൽ അവർക്ക് ധൃതി ഒന്നുമില്ല. മുംബൈ സിറ്റി താരത്തിന് പുതിയ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഹ്താബ് സിംഗ് ആണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. താരത്തെ സ്വന്തമാക്കണമെങ്കിൽ വലിയ സാലറിയും ട്രാൻസ്ഫർ തുകയും മോഹൻ ബഗാൻ ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മറ്റൊരു താരം കിയാൻ നസീരിയാണ്. ഈ താരത്തെ മോഹൻ ബഗാൻ വീണ്ടും തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപയാണ് ഈ താരത്തിന് വേണ്ടി ക്ലബ്ബ് ചിലവഴിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അടുത്ത താരം അഭിഷേക് സിംഗ് ആണ്. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് അത് അഭിഷേക് സിംഗിൻ്റെതാണ്. ഈ താരത്തിന് വേണ്ടി പഞ്ചാബ് ചോദിക്കുന്ന തുക വളരെയധികം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് സിംഗിന്റെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ മോഹൻ ബഗാനും FC ഗോവയുമാണ് താരത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.